ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടൽമാണിക്ക് അമ്പലത്തിൽ പോയി അമ്പലക്കുളത്തിൽ പോയി കുളിക്കുന്നു, അമ്പലത്തിൽ കയറുന്നു. ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. കർക്കിടകം 1/2026 കർക്കിടകം മാസം ഫസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ഭക്തിപരമായ സ്വാഗതം. കടക്കാരാ നിങ്ങളുടെ ചായയില് മധുരമില്ല, ചായപ്പൊടി തീരെയില്ല. പിന്നെന്താണ് സിനോജന എന്നാണ് പറയാനുള്ളത്. 2 വാക്ക് പറയൂ കർക്കിടകത്തിനെ കുറിച്ച്. കർക്കിടകമായതുകൊണ്ട് കർണാടകരല്ലേ? ആരും മാനസിക, ആരും നീലിമര അച്ഛ കർണാടകക്കാരി. നിന്റെ വീട് അവിടെ അല്ലേ? പിന്നെ സെന്നോട് ഞാലക്കൂടെ കർണാടകക്കാര് ഇല്ല. അല്ലടാ, കർക്കിടക മാസത്തിനെ കുറിച്ച് പറയും 2 വാക്ക്. കർക്കിടക മാസത്തിനെ കുറിച്ച് എത്ര അല്ലേ പറയാ? രാമായണ മാസാണ്. എല്ലാവരും കർക്കിടക കഞ്ഞൊക്കെ കുടിച്ച് ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് ഭയഭക്തിയോടെ കൂടി അനുഷ്ഠിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണ്. അതെ, ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ആരോഗ്യം അത് നിലനിർത്തുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാസം എല്ലാവരും ആചരിക്കുന്നത്. അതിനാണ് വ്രതങ്ങളും ഭക്ഷണക്രമങ്ങളിലുള്ള വ്യത്യാസം. അതൊക്കെ സൂര്യൻ നമ്മളുടെ ഭ്രമണപഥത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. ഭ്രമണപഥത്തിൽ നിന്നല്ലല്ലോ, അതിനെന്താ പറയാ, പിന്നെ ഒരു പഠനം നടത്തിയെന്ന് തോന്നുന്നു ഇതിന്റെ ഇടയ്ക്ക്. സൂര്യഭൂമിയുമായിട്ട് കുറച്ച് അകന്ന് നിൽക്കണം തോന്നുന്നുണ്ട്. അതാണ് ഈ മാസം ഇത്ര മഴയും കാര്യങ്ങളും. സൂര്യന്റെ ഊർജം നമ്മളിലേക്ക് എത്താണ്ടാവുമ്പോൾ നമുക്ക് എനർജിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ കുറച്ച് നമ്മളെ തന്നെ സൂക്ഷിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ സൂര്യന്റെ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. ഞാൻ വ്യക്തമായിട്ട് പൂർണ്ണമായിട്ടൊന്നും പറയല്ല. വ്യക്തമായിട്ട് കടക്കണ്ട. വ്യക്തമായിട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പരിമിതിയുടെ തീരൂല. ഇരിഞ്ഞാലക്കുട ഞങ്ങളിടയ്ക്ക് പോയി അമ്പലക്കുളത്തിൽ കുളിക്കാറുണ്ട്. കർക്കിടക ആയതുകൊണ്ട് ഒരു വട്ടം കൂടി പോകുന്നു. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അവിടെ പോയി കുളിക്കുക, അമ്പലത്തിൽ കയറുക. ഒരു അടിപൊളി വൈബാണ്. രാവിലെ തന്നെ ഞാനും സിനോജുമാണ് പോകാറ്. അടിപൊളിയാണ്, നല്ല വൈബല്ലേ. ഗായ്സ്, അങ്ങനെ നമ്മ അമ്പലം എത്തി. നമ്മള് 3 കൂടിയ വഴിയിലൂടെയാണ് വരുന്നത്. കൂടൽമാണിക്ക് അമ്പലത്തിന്റെ പിന്നിൽ കൂടെ വരുന്ന വഴിയാണ്. അമ്പലം അങ്ങനെ നമ്മൾ തിരക്കുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. പോലീസൊക്കെ വന്നിട്ടുണ്ടല്ലോ. കുളത്തിലധികം തിരക്കില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുളത്തിലെത്തി. തിരക്കൊന്നുമില്ല കേട്ടോ, അടിപൊളി കുളം. എളുപ്പത്തിന് പോണെങ്കിൽ പോയിട്ട് പിന്നെ അങ്ങോട്ട് പോകണാണ് നല്ലത്. എവിടെ പോയാലും ലാസ്റ്റ് ഭഗവാന്റെ അടുത്ത് വരണം. വീണ്ടും വരണല്ലേ? വന്നാലും ആ തീർത്ഥാടനം റെഡിയാവും. അല്ലെങ്കിൽ തുടങ്ങിയിട്ട് വീണ്ടും അവിടെ വരണം. വീണ്ടും അങ്ങനെയുണ്ട്. रघुनाथाय नाथाय सीताया पतये नमः। कूजन्दं राम रामेति
മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീ. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ അമ്പല ദർശനം, കൂടൽമാണിക്യ ദർശനം നമ്മളെ കഴിഞ്ഞു. ഞങ്ങൾ നല്ല തിരക്കുണ്ടാവും വിചാരിച്ചു, പക്ഷെ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ കയറി പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റി. പിന്നെ മഴ പെയ്യുന്നുണ്ട് പുറത്ത്, നല്ല അത്യാവശ്യം മഴ കൂടി തുടങ്ങി. അപ്പം അത് കാരണം കുറേ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും അങ്ങനെ പറ്റണില്ല. അപ്പം എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവരും വരണം. നല്ലൊരു വൈബ്രേഷൻ ആയിരുന്നു. ഇങ്ങോട്ട് വരുന്നത് നല്ല വൈബായിരുന്നു. അമ്പലത്തിക്കല്ലേ? ദർശനം നടത്തി പോകണം. അതെ, അടിപൊളിയായിരുന്നു. അടിപൊളിയാണ്. രാവിലെ വന്ന് കുളിച്ച് അമ്പലത്തിലൊക്കെ ജസ്റ്റ് ഒക്കെ നോക്കുന്നത് അടിപൊളിയാണ്. നല്ലൊരു പോസിറ്റീവ് വൈബ്. നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ.